എക്സലൻ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ 1-ാം ബ്ലോക്കിലെ 2, 3, 4 യൂണിറ്റുകളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 1-ാം യൂണിറ്റായ സോഷ്യൽ മെലൈസ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റ് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ്റെ 2, 3, 4 യൂണിറ്റുകളിൽ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ വിശകലനമാണ്. ആദ്യത്തെ ബ്ലോക്കിൽ 4 യൂണിറ്റുകളാണുള്ളത്. തുടർ ബ്ലോക്കുകളിലെ പാഠഭാഗങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സുകളിലേക്ക് പോകാം. രണ്ടാമത്തെ യൂണിറ്റായ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ അഥവാ ധാർമ്മികതയുടെയും ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ആശയം എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എന്താണ് ധാർമ്മികതയും ധാർമ്മിക വിദ്യാഭ്യാസവും? മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നയിക്കുന്ന തത്വങ്ങൾ, മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അത് തെറ്റും ശരിയും വേർതിരിച്ചറിയുന്നതിന് ഒരു വ്യക്തിയെ സഹായിക്കുന്നു. വ്യക്തികളുടെ ധാർമ്മിക ബോധം വികസിപ്പിക്കുന്നതിലും അറിവുള്ളതും ധാർമ്മികവുമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിലും ധാർമ്മിക വിദ്യാഭ്യാസം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ധാർമ്മികത മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് കൂടുതൽ നീതിയുക്തവും അനുകമ്പയുള്ളതുമായ ഒരു സമൂഹത്തിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹം നിലനിൽക്കുന്നിടത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഇതിനായി ധാർമ്മിക ബോധം വികസിപ്പിക്കണം. എന്താണ് ഈ ധാർമ്മിക ബോധം? ധാർമ്മിക പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക, അതേക്കുറിച്ച് പഠിക്കുക, സഹാനുഭൂതിയും അനുകമ്പയും വികസിപ്പിച്ചെടുക്കുക എന്നിവയാണ് ധാർമ്മിക അവബോധം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സങ്കീർണമായ ധാർമ്മിക പ്രതിസന്ധികളെ മറികടക്കുവാനും എല്ലാവരുടെയും അവകാശങ്ങളെയും അന്തസ്സിനെയും ബഹുമാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനും ഇത് വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്: ധാർമ്മിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒന്നാണോ? കാലങ്ങളായ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സംശയമാണിത്. ഒരിക്കലുമല്ല. വിമർശനാത്മക ചിന്ത, ധാർമ്മിക തീരുമാനമെടുക്കൽ, ബഹുമാനം, ഉത്തരവാദിത്തം, നീതി തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ധാർമ്മിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ധാർമ്മിക വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ ഉത്തമ പൗരനാക്കി മാറ്റുന്നു. എന്താണ് ഈ ധാർമ്മികതയുടെ സിദ്ധാന്തങ്ങളെന്ന് നമുക്ക് അറിയാമോ? നമുക്ക് നോക്കാം. ധാർമ്മിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള ചട്ടക്കൂടുകൾ വിവിധ ധാർമ്മിക സിദ്ധാന്തങ്ങൾ നൽകുന്നു. ഇത് ഒരു പൗരൻ അനുവർത്തിക്കേണ്ട കടമകളെയും നിയമങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നു. അതിലൂടെ ഓരോ വ്യക്തിയും സദ്ഗുണസമ്പന്നമായ സ്വഭാവ സവിശേഷതകളുടെയും ധാർമ്മിക ഗുണങ്ങളുടെയും ഉടമകളായി തീരുന്നു. അതുകൊണ്ട് തന്നെ ധാർമ്മികമായ മൂല്യങ്ങൾ അനുവർത്തിക്കുന്ന സമൂഹത്തിൽ ധാർമ്മിക വിധിന്യായങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ധാർമ്മിക തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ, തീരുമാനങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ, അതിനെ വിലയിരുത്തൽ എന്നിവയാണ് ധാർമ്മിക വിധിന്യായങ്ങളുടെ പ്രധാന മാനദണ്ഡങ്ങൾ. നീതി, മനുഷ്യാവകാശങ്ങളോടുള്ള ബഹുമാനം, അനന്തര ഫലങ്ങളുടെ പരിഗണന, സമഗ്രത എന്നിവ ധാർമ്മിക വിധിന്യായങ്ങളുടെ പ്രധാന മാനദണ്ഡങ്ങളാണ്. വ്യക്തികളുടെ ധാർമ്മിക അവബോധം വികസിപ്പിക്കുന്നതിനും അവരെ അറിവുള്ളതും ധാർമ്മികവുമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്നതിനും ധാർമ്മികതയും ധാർമ്മിക വിദ്യാഭ്യാസവും അത്യാവശ്യമാണ്. ധാർമ്മിക സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും വിമർശനാത്മക ചിന്തയും സഹാനുഭൂതിയും വികസിപ്പിക്കുന്നതിലൂടെയും ധാർമ്മിക തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് കൂടുതൽ നീതിയുക്തവും അനുകമ്പയുള്ളതുമായ ഒരു സമൂഹത്തിന്, രാഷ്ട്രത്തിന് സംഭാവന നൽകാൻ കഴിയും.
സങ്കീർണമായ ധാർമ്മിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും എല്ലാവരുടെയും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ നടത്തുവാനും ധാർമ്മിക വിദ്യാഭ്യാസം വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. നമുക്കിനി മൂന്നാമത്തെ യൂണിറ്റ് നോക്കാം. ഡിമെൻഷൻസ് ഓഫ് മൊറാലിറ്റി അഥവാ ധാർമ്മികതയുടെ മാനങ്ങൾ എന്നതാണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര്. ധാർമ്മിക പെരുമാറ്റത്തിൻ്റെ മാനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? ധാർമ്മിക പെരുമാറ്റത്തിൻ്റെ മാനങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മറ്റുള്ളവരെ പരിപാലിക്കുക, സാഹചര്യങ്ങളെ വിലയിരുത്തുക, ഉദ്ദേശത്തോട് പ്രവർത്തിക്കുക, അതായത് ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നിവയുൾപ്പെടെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബഹുമുഖ ആശയമാണ് ധാർമ്മിക പെരുമാറ്റം. ധാർമ്മികതയുടെ ഈ വ്യത്യസ്തവും എന്നാൽ പരസ്പര ബന്ധിതവുമായ വശങ്ങൾ വിവരമുള്ളതും ധാർമ്മികവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത്യാവശ്യമാണ്. അതിലൂടെയാണ് ധാർമ്മിക പെരുമാറ്റം ഉടലെടുക്കുന്നത്. ഇത് ധാർമ്മികതയോടുള്ള പ്രത്യേകവും സഹാനുഭൂതിയുള്ളതുമായ സമീപനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ധാർമ്മികമായ തീരുമാനമെടുക്കലിൻ്റെ ബന്ധങ്ങൾ, അനുകമ്പ, മനസ്സിലാക്കൽ എന്നിവയ്ക്ക് ഈ വീക്ഷണം മുൻഗണന നൽകുന്നുണ്ട്. ഇതിലൂടെ ധാർമ്മികമായ വിധിനിർണയം ഉണ്ടാകുന്നു. എന്താണ് ഈ ധാർമ്മികമായ വിധിനിർണയം? സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതും മൂല്യങ്ങൾ, നിയമങ്ങൾ, തത്വങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതും ധാർമ്മിക വിധിനിർണയത്തിൽ ഉൾപ്പെടുന്നു. പിയാഗറ്റും കോൾബർഗും നിർദ്ദേശിച്ചതുപോലുള്ള വികസന സിദ്ധാന്തങ്ങൾ ധാർമ്മിക യുക്തിയുടെയും വിധിന്യായത്തിൻ്റെയും ഘട്ടങ്ങൾ രൂപപ്പെടുത്തുന്നു. സാർവത്രികവൽക്കരണത്തിനും സ്ഥിരതയ്ക്കും ഇത് പ്രാധാന്യം നൽകുന്നുണ്ട്. ധാർമ്മികതയുടെ പ്രവർത്തന മാനദണ്ഡം ധാർമ്മികതയിൽ നിഷ്പക്ഷമാണ്. പ്രവൃത്തികൾ നല്ലതോ ചീത്തയോ ആയിരിക്കാം. എന്നാൽ ധാർമ്മിക പെരുമാറ്റം വിലയിരുത്തുമ്പോൾ സന്ദർഭവും ഉദ്ദേശവും പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതെടുത്തു കാണിക്കുന്നുണ്ട്. ധാർമ്മിക പരിശീലനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ധാർമ്മിക പരിശീലനവും വിദ്യാഭ്യാസവും വ്യത്യസ്തമാണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ധാർമ്മിക പരിശീലനം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബുക്ക് ബി.എഡിന് പല യൂണിവേഴ്സിറ്റികളും അത്യാവശ്യമായ ഒന്ന് ആയി ഒരു പാഠപുസ്തകമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ BA സോഷ്യോളജി, BA സൈക്കോളജി തുടങ്ങിയ BSW തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇതൊരു അടിസ്ഥാന പുസ്തകമായി പല യൂണിവേഴ്സിറ്റികളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ് നമുക്ക് ആ ധാർമ്മിക പരിശീലനം നോക്കാം. കൊച്ചുകുട്ടികളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വികാരങ്ങളാലും വിചാരങ്ങളാലും നയിക്കപ്പെടുന്നു. ഇത് അവരുടെ ധാർമ്മിക വികാസം രൂപപ്പെടുത്തുന്നതിന് ധാർമ്മിക പരിശീലനം നിർണായകമാകുന്നു. ധാർമ്മിക പെരുമാറ്റം, കരുതൽ, വിധിന്യായം, പ്രവർത്തനം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മാനദണ്ഡങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. വിവരമുള്ള, സഹാനുഭൂതിയുള്ള, ഉത്തരവാദിത്വമുള്ള വ്യക്തികളെ വികസിപ്പിക്കുന്നതിന് ഈ വശങ്ങളും അവയുടെ പരസ്പര ബന്ധങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ധാർമ്മിക പരിശീലനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് വ്യക്തികളിൽ ധാർമ്മിക വളർച്ച വളർത്തിയെടുക്കുവാനും പോസിറ്റീവ് മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും കഴിയും. ഇനി നമുക്ക് 4ാം യൂണിറ്റിലേക്ക് പോകാം. പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ലിവിങ് ഇൻ പീസ് ആൻഡ് ഹാർമണി അഥവാ ജനാധിപത്യത്തിൻ്റെ തൂണുകൾ, സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുക എന്നതാണ് 4ാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഇവിടെ ജനാധിപത്യത്തിൻ്റെ ആ പില്ലറുകൾ അത് നമുക്ക് നോക്കണം. അപ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യം സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുക എന്നതാണ്. ബോധപൂർവമായ എല്ലാ മനുഷ്യ പ്രവർത്തനങ്ങളും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള മാർഗങ്ങളായി വർത്തിക്കുന്നു. സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുന്നത് നമ്മുടെ വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയപരവുമായ ശ്രമങ്ങളെ നയിക്കുന്ന ഒരു അന്തിമമായ ലക്ഷ്യമാണ്. ഇതിന് ജനാധിപത്യം അത്യാവശ്യമാണ്. ജനാധിപത്യം എന്നത്
സർക്കാരോ മറ്റാരെങ്കിലുമോ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്. സമത്വം, വ്യക്തിത്വത്തോടുള്ള ബഹുമാനം, അവകാശങ്ങളും കടമകളും, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പങ്കാളിത്തം, നീതി തുടങ്ങിയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പരമാവധി വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഈ തൂണുകൾ. എന്താണ് ജനാധിപത്യ തത്വങ്ങൾ എന്ന് നമുക്ക് നോക്കാം. വ്യക്തിത്വത്തോടുള്ള ബഹുമാനം, മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിലുള്ള വിശ്വാസം, തീരുമാനമെടുക്കലിൽ പങ്കെടുക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും എന്നിവയാണ് ജനാധിപത്യത്തിൽ ഉൾപ്പെടുന്നത്. നിയമത്തിൻ്റെ മുന്നിലുള്ള തുല്യതയും അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമുക്ക് അത്യാവശ്യമാണ്. ലിംഗഭേദം, നിറം അല്ലെങ്കിൽ മതം, ദേശം, ഭാഷ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസം ന്യായീകരിക്കാനാവില്ല. ജനാധിപത്യ തത്വങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ കാര്യമായ സ്വാധീനമുണ്ട്. സമത്വം സ്വാതന്ത്ര്യത്തെയും നീതിയെയും സൂചിപ്പിക്കുന്നു. അതേസമയം സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നേടാനുള്ള സ്വാതന്ത്ര്യത്തെയും തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും ഉൾക്കൊള്ളുന്നു. ജനാധിപത്യ വിദ്യാഭ്യാസം വ്യക്തിഗത വളർച്ച, വികസനം, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവ വളർത്തിയെടുക്കുന്നതിൽ ജനാധിപത്യം പ്രധാന പങ്കുവഹിക്കുന്നു. സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഭരണകൂടവും ജീവിത രീതിയും ജനാധിപത്യമാണ്. അതിൻ്റെ തത്വങ്ങൾ വ്യക്തിപരവും സാമൂഹികവുമായ ധാർമ്മികതയെ പ്രോത്സാഹിപ്പിക്കുകയും പൂർണ്ണമായ വളർച്ചയും വികസനവും ഉറപ്പാക്കുകയും ചെയ്യുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ സമത്വം, നീതി, സ്വാതന്ത്ര്യം, തുല്യനീതി, സമത്വവും തുല്യനീതിയും സ്വാതന്ത്ര്യവും ഇതിനെയൊക്കെ വിലമതിക്കുന്ന ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. അത് സമാധാനപരവും സന്തുഷ്ടവുമായ ജീവിതത്തിന് വഴിയൊരുക്കും. ഇപ്പോൾ നമ്മൾ 1-ാം ബ്ലോക്കിലെ 4 യൂണിറ്റുകളും ചർച്ച ചെയ്തു കഴിഞ്ഞു. 4 യൂണിറ്റുകളിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരവും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അത് എഴുതിയെടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് ചെയ്താൽ മറുപടി തരുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.